സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം ഒരു പാൻ എടുത്ത് അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യിട്ട് അത് മെൽട്ടായതിൻ്റെ ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ആ നെയ്യിൽ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ക്യാരറ്റ് പഞ്ചസാരയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ക്യാരറ്റ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരണ വരെ ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ ക്യാരറ്റൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ സെയിം പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് മെൽറ്റായതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് മുന്തിരിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ സെയിം നെയ്യ് തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് സേമിയ ഒന്ന് വറുക്കണം കേട്ടോ. എൻ്റെ റെസിപ്പി വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോസ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ സേമിയൊക്കെ നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 നുള്ളു ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ പാലിൽ സേമിയ ഒന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് എഗ്ഗ് വെച്ചിട്ടൊരു ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് 5 എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര, 1/4 ടീസ്പൂണ് വാനില എസൻസും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ സേമിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചൂടാറാൻ വേണ്ടി വെക്കാം കേട്ടോ. ഇനി ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗിലോട്ട് നമ്മൾ നേരത്തെ വാട്ടി വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നേരത്തെ വേവിച്ച് വെച്ച സേമിയം ചൂടാറിയിട്ടുണ്ട്. അതും ഈ എഗ്ഗിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴും ചൂടാറിയതിൻ്റെ ശേഷം വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് തന്നെ ഒരു പാനിൽ നെയ്യ് തടവിയിട്ട് വെച്ചിട്ടുണ്ട്. ആ പാനിലോട്ട് ഞാൻ ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഒരു തവി വെച്ചിട്ട് ഈ പാനിലെ എല്ലാ സൈഡിലോട്ടൊന്നും ഇങ്ങനെ പരത്തി കൊടുക്കണം കേട്ടോ. കാരണം അതിങ്ങനെ കട്ടായിട്ട് കിടക്കും. ഇതിൻ്റെ മേലെ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത് വെച്ചത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് പാന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പാൻ അടിയിലൊരു പാനും കൂടി വെച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ സ്നാക്സ് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു 20 to 25 മിനിറ്റ്സ് വെച്ചാൽ കേട്ടോ. അപ്പോൾ നമ്മളെ സ്നാക്സ് റെഡി ആവും കേട്ടോ. നമ്മൾ സ്നാക്സിൻ്റെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു പാൻ എടുത്തിട്ട് ആ പാനിലോട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. മറ്റേ സൈഡും കൂടി റെഡിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ ഈവനിങ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യുന്ന പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്സാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്.